പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മളൊക്കെയും എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ട ഒരു വീഡിയോ ആണ്. വളരെ പ്രയാസകരമായ, വളരെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയെ അതേ സമപ്രായക്കാരായ മറ്റു വിദ്യാർത്ഥികൾ ചേർന്ന് ഫോൺ വിളിച്ചു വരുത്തി വളരെ മൃഗീയമായി വടികൊണ്ടൊക്കെ അടിക്കുകയും ആ മർദ്ദനത്തിന് ശേഷം അക്രമകാരികളുടെ കാല് പിടിച്ച് മാപ്പ് പറയിക്കുകയും ചെയ്യുന്ന വളരെ വേദനകരമായ, പ്രയാസകരമായ ഒരു വീഡിയോ നമ്മൾ കാണാനിടയായി. എത്ര ക്രൂരമായാണ് ആ വിദ്യാർത്ഥികൾ ആ 16-കാരനെ ആക്രമിക്കുന്നത്. മാത്രമല്ല, ആ വീഡിയോ, അങ്ങനെ ആക്രമിക്കുന്ന വീഡിയോ യാതൊരുവിധ ഭയപ്പാടോ ഇല്ലാതെ അത് മൊബൈലിൽ പകർത്തിക്കൊണ്ട്, അത് ഒരുപക്ഷെ അവരുടെ സ്കൂൾ ഗ്രൂപ്പായിരിക്കാം, അതല്ലെങ്കിൽ ആ ഒരു പ്രായക്കാര് മാത്രമുള്ള ഗ്രൂപ്പായിരിക്കാം. അത്തരത്തിലുള്ള ഗ്രൂപ്പിലേക്ക് യാതൊരുവിധ പേടിയോ ഭയമോ ഇല്ലാതെ, അതല്ലെങ്കിൽ ഒരു കുറ്റബോധം പോലും ഇല്ലാതെ പ്രചരിപ്പിക്കുക എന്നുള്ളത് അത് എത്രത്തോളം അപകടകരമാണ്. ഒരു വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് ആക്രമിക്കുന്നു. ആ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുന്നു. ആ പകർത്തിയ ദൃശ്യങ്ങൾ യാതൊരുവിധ ഭയപ്പാടും ഇല്ലാതെ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്നു. അത്രത്തോളം അപകടകരമായ ഒരു മെന്റാലിറ്റി ചെറിയ ഒരു യുവപ്രായക്കാരായ ആളുകൾക്കിടയിലേക്ക് കടന്നു വന്നു എന്നത് വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിലെ നിയമത്തെക്കുറിച്ചൊക്കെ ഈ പറയുന്ന ആളുകൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ ഇതുപോലുള്ള ഒരു സ്കൂളിലെ ഒരു റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോയപ്പോൾ അവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് 18 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ കൂടെയല്ലാതെ ഒറ്റക്ക് സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ പോലുള്ള നിയമമില്ലാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്കെതിരെ അന്വേഷണം ഉണ്ടാകും എന്ന രീതിയിലാണ് അവർ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അത്രത്തോളം ആ കുട്ടികൾക്കറിയാം നമുക്ക് എന്തും ചെയ്യാം, ആരെയും ആക്രമിക്കാം, ആരും ചോദിക്കാനില്ല. ഇനി കേസെടുത്താലും വളരെ നിസ്സാരമായ കേസ് മാത്രം എടുക്കുക എന്നതിലപ്പുറത്തേക്കുള്ള മറ്റൊരു നടപടിയും ഭരണകൂടത്തിന്റെയോ അല്ലെങ്കിൽ നിയമപാലകരുടെ ഭാഗത്തും ഉണ്ടാവുകയില്ല എന്നുള്ള ബോധ്യമാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ വീണ്ടും ഇങ്ങനെയുള്ള അക്രമ പ്രവർത്തനങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ കൃത്യമായി പൊളിച്ചെഴുതണം ഇത്തരം ഒരു വിഷയങ്ങളിൽ. കാരണം നിരന്തരമായി ഒരുപാട് റാഗിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകൾ അനുദിനം സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല, റാഗിങ്ങിന്റെ പേരിൽ ജീവൻ പോലും നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ആ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള നിരന്തരമായ അക്രമ പ്രവർത്തനങ്ങൾ. ഇതിനു മുമ്പും കഴിഞ്ഞ ഒരാഴ്ച മുമ്പും സമാനമായിട്ടുള്ള വിദ്യാർത്ഥികൾ